അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലായിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വൈജയോട് ദേഷ്യം കാണിക്കുകയും അലീനയോട് നന്നായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ബാലചന്ദ്രൻ. ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് അലീനയാണ് ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷെ അതൊന്നും നമ്മുടെ വൈജയന്തിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ കാര്യങ്ങൾ നോക്കാനായിട്ട് അലീന വരികയും എന്താ സാറിന് പറ്റിയത്, സാറിന് ഇങ്ങനെയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എന്തിനാ വീട്ടിൽ നിന്നും ആരോടും പറയാതെ പുറത്തു പോയത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, സാറിന് എന്താ പറ്റിയത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറ, ആരോടെങ്കിലുമൊക്കെ തുറന്നു പറഞ്ഞാൽ ഒരു ആശ്വാസമാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രശ്നം എന്താണെന്നുള്ളത് നിനക്കറിയണോ, നീ തന്നെയാണ് എൻ്റെ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ ചെയ്തത് സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാൻ വീട്ടിൽ നിന്നും പോവാമെന്നൊക്കെ പറഞ്ഞതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അലീന. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഉരുണ്ട് കളിക്കണ്ട, നിനക്കെല്ലാം അറിയാം, 22 വർഷം മുമ്പ് നടന്നത് എന്താണെന്നുള്ളത് നിനക്ക് വ്യക്തമായിട്ട് അറിയാം, അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് അലീന ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നിട്ട് തൻ്റെ ജീവിതത്തിൽ 22 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് എന്താണ് എന്നുള്ളത് അലീനയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ അത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ ഈ 22 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാ വല്ലാണ്ട് പേടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ നീ ഒന്നുമില്ല എന്നുള്ളത് പറഞ്ഞൊഴിയണ്ട, നീ ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നിരിക്കുന്നത് നിൻ്റെ അമ്മയെ തേടിയല്ലേ, നീ ഇപ്പോൾ നിൻ്റെ അമ്മയുടെ അടുത്തല്ലേ എത്തിയിരിക്കുന്നത്, അങ്ങനെയുള്ള ഇതൊക്കെ നിൻ്റെ മുഖത്തുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സാർ എന്താ ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ അലീന പരിങ്ങളോടുകൂടെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, അതുകൊണ്ടല്ലേ നീ നിൻ്റെ എൻ്റെ വൈജയന്തിയെ അമ്മയായിട്ടും അതുപോലെ തന്നെ എൻ്റെ മക്കളെ സഹോദരങ്ങളൊക്കെ ആയിട്ട് കാണുന്നത് നീ അതുകൊണ്ടല്ലേ, നിനക്ക് നിൻ്റെ അമ്മയാണ് എന്നുള്ളത് മനസ്സിലായത് കൊണ്ടല്ലേ അവരെ ഇങ്ങനെ സ്നേഹിക്കുന്നത്, അല്ലാതെ ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അലീന പറയുന്നുണ്ട്, അയ്യോ ഞാനിതൊന്നും അറിഞ്ഞിട്ടോ ഒന്നും ആഗ്രഹിച്ചിട്ടോ ഒന്നും അല്ല ഇങ്ങോട്ട് വന്നത്, റിസ്ദാമൻ പറഞ്ഞയക്കുകയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയായാലും നീ അതൊക്കെ നിൻ്റെ അമ്മയാണ് എന്നുള്ളത് അറിഞ്ഞത് കൊണ്ടാണല്ലോ നീ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ വെറുതെ വന്നതൊന്നുമല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് ശരിയാണ് എന്ന് അലീന സമ്മതിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ഞങ്ങളുടെ ജീവിതം തകർക്കാനായിട്ടാണോ ഇങ്ങോട്ട് വന്നത്, അതിനല്ലേ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ സാർ എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, 22 വർഷം നിൻ്റെ അമ്മയെ ഞാനിങ്ങനെ വിഡ്ഢിയായി കൊണ്ടു നടന്ന ഒരു ആളാണല്ലോ എന്നുള്ള ആ ഒരു ഇത് നിൻ്റെ മനസ്സിൽ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്ത ഒന്നും എൻ്റെ മനസ്സിലില്ല, വൈജമ്മയുടെ നല്ലൊരു ഭർത്താവ് തന്നെയാണ് സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അലീന. അങ്ങനെ ഒടുവിൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സത്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞതും നീ അറിഞ്ഞതും ഞാൻ എവിടെയാണ് പോയത് എന്നുള്ള കാര്യങ്ങളൊന്നും നീ ആരോടും പറയരുത്, നീയും ഞാനുമല്ലാതെ ഈ കാര്യത്തെക്കുറിച്ച് ആരും അറിയില്ല, വൈജ ഒരിക്കലും ഇതിനെക്കുറിച്ച് അറിയരുത് എന്നൊക്കെ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ നല്ല കാലം ഇനി കഴിഞ്ഞു, ഇനി എന്തായാലും വൈജയുമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം എനിക്കുണ്ടാവില്ല, എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതും എനിക്ക് അറിയില്ല, ഒരു ഭാര്യയായിട്ട് എൻ്റെ ഒരു നല്ല ഭാര്യയായിട്ട് വൈജയെ ഇനി കാണാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ ബാലചന്ദ്രൻ തുറന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അലീനക്ക് ആകെ ടെൻഷനാവുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, അയ്യോ സാർ അങ്ങനെ പറയരുത്, നിങ്ങൾ ആദ്യത്തെ പോലെ തന്നെ നല്ലതുപോലെ ജീവിക്കണം, ആരുടെയും ജീവിതം തകർക്കാനോ അമ്മയെന്നുള്ള അവകാശമോ ഒന്നും എനിക്ക് വേണ്ട, എനിക്കൊന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലാതെ നിങ്ങളുടെ ജീവിതം തകർക്കുകയോ നിങ്ങളുടെ ഇടയിലേക്ക് കയറുകയോ അങ്ങനെ ഒരു ഉദ്ദേശവും എനിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും നീ എന്നെ പഠിപ്പിക്കേണ്ട, ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാം, അത് നീ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ആകെ സങ്കടത്തോടു കൂടി അലീന പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കോളും, അതുകൊണ്ട് ഞാൻ എവിടേക്കെങ്കിലും പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ നീ എങ്ങോട്ടും പോയില്ല, ഇനി എന്നോട് പറയാതെ നീ വീട്ടിൽ നിന്നും പുറത്ത് പോകരുത്, പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാന്നുള്ളത് എനിക്ക് പോലും അറിയില്ല എന്നൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ആ ഒരു സമയത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനു അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ മനു ചോദിക്കുന്നുണ്ട്, അങ്കിളിന് എന്താ സംഭവിച്ചത്, അങ്കിൾ എങ്ങോട്ടാണ് പോയത്, ആരോടും പറയാതെ ഇങ്ങനെ പോകുന്ന സ്വഭാവം ഇല്ലല്ലോ, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ പോയതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഒഴിയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ പോകുന്ന സ്വഭാവം ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എപ്പോഴും എല്ലാവരോടും പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ.
അങ്ങനെ ആ ഒരു സമയത്താണ് പിന്നെ ഡോക്ടർ ചെക്കപ്പിനായിട്ട് വരുന്നത്. അങ്ങനെ അലീനയും മനും അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ആ സമയത്ത് അലീനയോട് മനു ചോദിക്കുന്നുണ്ട്, അല്ല അങ്കിള് വല്ലതും പറഞ്ഞിരുന്നോ, എങ്ങോട്ടാ പോയത് എന്നോ എന്തെങ്കിലും വിവരത്തെ പറ്റി പറഞ്ഞിരുന്നോ, എന്താ ഇങ്ങനെ പെട്ടെന്ന് അങ്കിളിന് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ, അങ്കിൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചപ്പോഴും ആരെയോ കാണാൻ പോയത് എന്നാണ് പറഞ്ഞത്, അത്യാവശ്യമായതുകൊണ്ട് ആരോടും പറയാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ്. ആ ഒരു സമയത്ത് മനു പറയുന്നുണ്ട്, എന്തായാലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്, എന്തായാലും അതൊക്കെ കണ്ടെത്താം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഏതായാലും ഞാൻ പോവാമെന്ന് കരുതിയിരുന്നു, പക്ഷേ അങ്കിൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പോവുക, സാറാണെങ്കിൽ പോകണ്ട എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ചിന്തിക്കാം, ഇപ്പോൾ പോകുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, തൽക്കാലം ഇവിടെ നിൽക്ക് എന്നൊക്കെ പറയുകയാണ് മനു.